ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ധനത്തെ പറ്റിയാണ്. എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ധനം. ഇപ്പോൾ കടം 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 എന്നാണ് എപ്പോഴും പറയുന്നത്. കടം എന്നൊരു വാക്ക് നമ്മൾ ഒരിക്കലും പറയരുത്. നമ്മൾ ധനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങളും അതിൽ എന്താണ് വേണ്ടതെന്നും എങ്ങനെയാണ് വേണ്ടതെന്നും നമ്മൾ ആലോചിക്കണം. ഒരിക്കലും ഐഡിയലായിരുന്നാൽ വെറുതെ ഇരുന്നാൽ ധനമൊന്നും ഉണ്ടാവില്ല. ശ്ലോകം ചൊല്ലിയാലോ മന്ത്രം ചൊല്ലിയാലോ ഒന്നും ധനം വരില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ധനം വരുള്ളൂ. അപ്പം എന്ത് ഹാർഡ് വർക്ക് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിനുള്ള സോഴ്സ് കണ്ടുപിടിക്കണം. ഇതൊക്കെ തോന്നണമെങ്കിൽ വെളുപ്പാങ്കാലത്ത്, അതായത് 6 മണിക്ക് മുമ്പ്, ബിഫോർ 6 o'clock, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥനകളും മെഡിറ്റേഷനൊക്കെ ചെയ്യുകയും വൈകുന്നേരം സന്ധ്യയ്ക്ക് ഒരു 1/2 മണിക്കൂർ മെഡിറ്റേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നാമജപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഐഡിയകൾ നമുക്ക് കണ്ടുപിടിക്കാനും അതിനുവേണ്ടി തേടിപ്പോകാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് അയ്യോ എനിക്കിത് കടം കടന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് എപ്പോഴും എഴുന്നേറ്റ് പ്രാർത്ഥനകളൊക്കെ നടത്തണം. നമ്മൾ ഓരോ ചെറുപ്പത്തെ മനസ്സിലാക്കിയും ആചരിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥനയെ കൂട്ടണം. 5 നേരമെങ്കിലും പ്രാർത്ഥിക്കണം. എല്ലാവരും ഏത് രീതിയിൽ സമുദായത്തിൽപ്പെട്ടാലും 5 നേരം പ്രാർത്ഥിക്കണം. അതായത് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രാർത്ഥന, കുളി കഴിഞ്ഞ ഉടനെ പ്രാർത്ഥന, രാവിലെ ഒരു പ്രാർത്ഥന, ഉച്ചയ്ക്കൊരു പ്രാർത്ഥന, സന്ധ്യയ്ക്കൊരു പ്രാർത്ഥന. ഇങ്ങനെ 5 നേരം പ്രാർത്ഥിക്കണം. സന്ധ്യയ്ക്ക്, ഉച്ചയ്ക്ക് പ്രാർത്ഥന, ഭക്ഷണത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ ഭക്ഷണം തന്നവനും ഈ ഭക്ഷണം തന്നെ കഴിക്കാനുള്ള അനുഗ്രഹം തന്നതിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കണം. നന്ദി എന്നൊരു വാക്ക് നമ്മളെപ്പോഴും വേണം. ഒരാൾ നമുക്ക് എന്ത് കാര്യം ചെയ്താലും അത് നന്ദിയായിട്ട് സ്മരിക്കണം. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്ത് ജോലിയായാലും ഏത് ജോലിയായാലും എന്താണോ അന്നത്തെ ദിവസങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രപഞ്ചത്തോട് പറഞ്ഞ് നന്ദി പറയണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് മാർഗം കിട്ടും. എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ എന്തെല്ലാം ജോലികൾ ഈ ഭൂമിയിലുണ്ട്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് ജോലി ചെയ്ത് അതിനെ കോൺസെൻട്രേറ്റ് ആത്മാർത്ഥതയോട് ചെയ്താൽ ഏത് ജോലിയും വിജയിക്കും. ആത്മാർത്ഥത ചെയ്യുന്ന ജോലിക്കാണ് അതിന് ഒരു വിലയും വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് എനിക്കൊന്നും അറിയില്ല, ഞാൻ എന്താ ചെയ്യണ്ടേ എന്നല്ല വിചാരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും. നമുക്ക് പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൊക്കിലൊതുങ്ങിയത് കൊത്താവും. നമുക്ക് ആവാത്ത കാര്യങ്ങളൊക്കെ ലോൺ എടുത്തും കാര്യമില്ലാത്ത കാര്യങ്ങൾ ചെലവ് ചെയ്താൽ നമുക്ക് പടുകുഴിയിലേക്ക് വരും. അപ്പം നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് മുന്നോട്ട് പോകും. മറ്റുള്ളവർക്ക് എന്തുണ്ട് അവർക്ക് എന്തില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾക്ക് നമ്മുടെ ബഡ്ജറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ എഴുതി കൂട്ടി അതിന് അടയ്ക്കാൻ പറ്റുമോ അടയ്ക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു വേണം ചെയ്യാൻ. ഇന്നിപ്പോൾ EMI ആയിട്ട് എല്ലായിടത്തും എല്ലാ സാധനവും കിട്ടും. പക്ഷെ നമുക്ക് ആവശ്യവും അത്യാവശ്യവുമായിട്ട് മാറ്റണം. അത്യാവശ്യം മാത്രം നമ്മൾ ചെയ്യുക, ആവശ്യത്തിന് പിന്നീട് വാല്യൂ കൊടുത്താൽ മതി. അങ്ങനെ ചെയ്താൽ ഒരാൾക്കും തന്നെ താങ്ങാൻ പറ്റാത്ത കടം ഉണ്ടാവില്ല. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞപ്പം എല്ലാവരും അത് വാങ്ങി ഇത് വാങ്ങി ഒക്കെ EMI വാങ്ങി ലാസ്റ്റ് കടവും കടത്തിന് കൂടുകയും സിവിൽ കോറ് ആ കോറ് എന്നൊക്കെ പറഞ്ഞു വരും. ഇതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ സെൽഫ് കൺട്രോൾ വേണം. അതായത് സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിലും ആവശ്യങ്ങളെ നമ്മൾ ചിന്തിക്കാനും അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനും ചെയ്യുകയാണെങ്കിൽ നമുക്കൊരിക്കലും കടം ഉണ്ടാവില്ല. കടം മാറാനും ധനമുണ്ടാകാനുള്ള ധാരാളം വിദ്യകൾ ഇന്നുണ്ട്, എല്ലാ സമുദായത്തിലും ഉണ്ട്. അതിപ്പോൾ ഞാൻ ഈ വേദിയിൽ പറയുന്നില്ല. ആദ്യം തന്നെ നമ്മൾ എഴുന്നേറ്റ് നമുക്കൊരു പങ്ക്ച്വാലിറ്റി വരുത്തുക. ബിഫോർ 6 o'clock എഴുന്നേൽക്കുക, ഒരു രാത്രി 9 മണിക്ക് കിടക്കുക. ഇന്നത്തെ ജീവിത രീതിയിൽ 12 മണിയിൽ ഇരുന്ന് ഉച്ചയ്ക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവം അതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ.